വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ എസ്എഫ്ഐ നേതാവ് നിഖിൽ തോമസിനെ പിന്തുണച്ച് സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. നിഖിലിന്റെ സർട്ടിഫിക്കറ്റ് വ്യാജമല്ല. എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നാൾ വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന മാധ്യമങ്ങൾ പറഞ്ഞതെന്നും KSU സംസ്ഥാന നേതാവിന്റെ വ്യാജ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് മാധ്യമങ്ങൾ മിണ്ടുന്നില്ലല്ലോ എന്നും ആർഷോ ചോദിച്ചു. SFI ജില്ലാ കമ്മിറ്റി അംഗം നിഖിൽ തോമസ് MCOM പ്രവേശനത്തിനായി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മുഴുവൻ സർട്ടിഫിക്കറ്റുകളും സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരുന്നു. ഇത് പരിശോധിച്ചതിന് ശേഷമാണ് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. നിഖിലിന്റെ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലാണെന്ന് ആർഷോ പറഞ്ഞു. സർട്ടിഫിക്കറ്റുകളിൽ യാതൊരു ക്രമക്കേടുകളും നടന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിഖിൽ തോമസിന്റെ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുമായി ബന്ധപ്പെട്ട ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മാർക്ക് ലിസ്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ TC ഉൾപ്പെടെയുള്ള മുഴുവൻ ഡോക്യുമെൻറ്റുകളും ഒറിജിനലാണ്, യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ അതേ സമയത്ത് അദ്ദേഹം കായംകുളത്ത് MSM കോളേജിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ പഠിച്ചിരുന്നു. ആ ഡിഗ്രി അദ്ദേഹം ക്യാൻസൽ ചെയ്തു എന്നുള്ള ഡോക്യുമെൻറ്റും ഒറിജിനലാണ്. ഒരു രേഖയുമില്ലാതെ SFIക്ക് നേരെ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങൾക്ക് KSU MSF നേതാക്കളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ പുറത്തു വന്നിട്ടും അതൊരു വാർത്തയല്ലെന്ന് PM ആർഷോ കുറ്റപ്പെടുത്തി. മാധ്യമങ്ങൾക്ക് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം വിമർശിച്ചു. നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നാണ്. എന്തിനടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കണ്ടോ? ആലപ്പുഴയിൽ നിന്നുള്ള KSUവിൻ്റെ സംസ്ഥാന കൺവീനറുടെ വ്യാജ സർട്ടിഫിക്കറ്റ്, കാലിക്കറ്റ് സർവകലാശാലയുടെ തട്ടിപ്പ്, MSFന്റെ തട്ടിപ്പ്, നിങ്ങൾക്കൊരു ആവേശമില്ല. ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് KSU നേതാവിൻ്റെ പുറത്തു വന്നു. വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാനും നിങ്ങളൊക്കെ കണ്ടു. അതൊരു ഡോക്യുമെൻ്റായിട്ട് നമ്മളെ മുന്നിലുണ്ട്. അതിലാവേശമില്ല. നിഖിൽ തോമസിൻ്റെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര ആവേശം, വ്യാജ സർട്ടിഫിക്കറ്റ്. അതേസമയം വിഷയത്തിൽ കോളേജിന് ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കായംകുളം MSM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ അറിയിച്ചു. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര അന്വേഷണത്തിനായി 5 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയെന്നും സർവകലാശാലയ്ക്ക് കത്തയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.